ഡോക്ടർ മോഹൻ വർഗീസ്, ഡൽഹിയിൽ ഇന്ത്യ മുന്നണി യോഗം നടന്ന ദിവസം തന്നെ ബി ജെ പിക്കെതിരായി മൂന്നാം മുന്നണി വരുമെന്ന് DMK സൂചന നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നം കാരണമാണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുനിന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് DMK മൂന്നാം മുന്നണി എന്ന സൂചനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. BJPക്കെതിരായ പൊതുലക്ഷ്യങ്ങൾ ചേർത്ത് ഭാവിയിൽ ഇവരെ ചേർത്ത് മൂന്നാം മുന്നണി ഉണ്ടാക്കാം എന്നാണ് DMK പറയുന്നത്. ശരിക്കും ഈ മൂന്നാം മുന്നണി സാധ്യമാണോ? കേൾക്കാൻ സുഖമുള്ളൊരു കോൺസെപ്റ്റാണ് BJP ഇതര കോൺഗ്രസ് ഇതര പ്രാദേശിക കക്ഷികളുടെ ഒരു കൂട്ടായ്മയായ മൂന്നാം മുന്നണി. പ്ലേക വിഷയം അവിടെ ഒരു അച്ചുതണ്ട് ശക്തി ഉണ്ടാകുമോ, പൂർണ്ണമായ ഒരു ഫെഡറൽ ഫ്രണ്ട് എന്ന നിലയിലാവുമോ? ഇതൊക്കെ എക്കാലത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. മുൻപ് മൂന്നാം മുന്നണി ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ ഒഴിവാക്കി അല്ലെങ്കിൽ BJP ഒഴിവാക്കി ഒരു രാഷ്ട്രീയ പരീക്ഷണം എന്ന നിലയിൽ നിശ്ചിത ഇടവേളകളിൽ ഹാലീസ് കോമറ്റിനെ പോലെ പ്രത്യക്ഷപ്പെട്ട് വലിയ പ്രതീക്ഷയൊക്കെ ഉണർത്തി പെട്ടെന്ന് പൊലിഞ്ഞു പോകുന്ന ഒന്നായിരുന്നു മൂന്നാം മുന്നണി എന്ന അനുഭവം. 80കളുടെ അവസാനവും നമ്മൾ കണ്ടു. 90കളുടെ അവസാനവും ഇതേ പരീക്ഷണം ഒരിക്കൽ കൂടി വരികയും പാളിപ്പോവുകയും ചെയ്യുന്നത് കണ്ടു. പക്ഷെ 2004 മുതൽ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായി ഒരു കൊയലീഷൻ സമ്പ്രദായത്തിലേക്ക് അവരുടെ മനസ്സ് എത്തിച്ചത് മുതൽ മൂന്നാം മുന്നണി എന്നത് ഒരു ചിന്തയേ ആയില്ല. BJP വേഴ്സസ് ദി UPA അല്ലെങ്കിൽ BJP എന്ന് പറയുന്നത് BJP മുഖ്യകക്ഷിയും വളരെ ചെറിയ ഘടകകക്ഷികൾ, അതാണല്ലോ NDA. അതെപ്പോഴും ഘടകകക്ഷികളുടെ ബാഹുല്യത്തിലും ശക്തിയുടെയും ഒക്കെ കാര്യത്തിൽ UPAയ്ക്കാണ്, ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിക്കാണ് സ്ട്രെങ്ത്. പക്ഷെ അച്ചുതണ്ട് ശക്തിയായ കോൺഗ്രസ്, ഇന്ത്യ മുന്നണിയിലെ അച്ചുതണ്ട് ശക്തിയായ കോൺഗ്രസ് വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു, വല്ലാതെ ദുർബലമായിരിക്കുന്നു. അവരുടെ സ്വന്തമായ തട്ടകങ്ങളിലെല്ലാം തന്നെ അവർ BJP നേരിട്ട് പരാജയപ്പെടുകയാണ്. സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, ഡൽഹിയിൽ, ഹരിയാനയിൽ, ഗുജറാത്തിൽ, ഹിമാചൽ പ്രദേശിൽ ഒക്കെ നേരിട്ടുള്ള BJP കോൺഗ്രസ് മത്സരമാണ്. ഛത്തീസ്ഗഡിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇവിടെ ഒന്നും തന്നെ വിജയിച്ചു വരാൻ, BJP പരാജയപ്പെടുത്തി വിജയിച്ചു വരാൻ കോൺഗ്രസിനാവുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഒരു ബാധ്യതയായി മാറുന്നു എന്ന ചിന്ത മറ്റ് ചെറിയ കക്ഷികൾക്കുണ്ട്. അതുകൊണ്ടാണ് പുതിയൊരു പരീക്ഷണം. DMK ഇപ്പോൾ അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന നിലയിൽ നിൽക്കുകയാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം എക്കാലത്തും 2004 മുതൽ കോൺഗ്രസുമായി ചേർന്ന് നിന്നുകൊണ്ട് 2 പതിറ്റാണ്ടായി ഏറ്റവും വിശ്വസ്ത ഇന്ത്യ മുന്നണി പങ്കാളി, മുൻപ് UPA പങ്കാളി ആയിരുന്നു കരുണാനിധി നയിച്ച, ഇപ്പോൾ MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒക്കെ നയിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം. ഈ പാർട്ടി അൺസെറിമോണിയസ്ലി ഈസ് ഗെറ്റിംഗ് ചക്ഡ് ഔട്ട് ഓഫ് ദി ഫ്രണ്ട് ഇൻ തമിഴ്നാടു. ഇന്ത്യ മുന്നണിയിൽ നിന്നും ആരും പുറത്താക്കിയില്ല. പക്ഷെ തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന DMK പെട്ടെന്ന് കോൺഗ്രസിന് അനഭിമതമാവുകയാണ്. ഇന്നലെ കണ്ട വിജയന്റെ പാർട്ടിയുമായി ചേർന്ന് 2 മന്ത്രിസ്ഥാനങ്ങൾ നേടുന്നു, ഒരു രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്യപ്പെടുന്നു, 2 കൈ നീട്ടി അത് വാങ്ങുന്നു. ആ രീതിയിൽ DMKയോട് മുഖ്യ കക്ഷിയായ കേന്ദ്രത്തിലെ അച്ചുതണ്ട് ശക്തിയായ കോൺഗ്രസ് കടുത്ത അനീതി, വഞ്ചന കാട്ടി അതിനെ വേണമെങ്കിൽ രാഷ്ട്രീയ സാധ്യത അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം, അതുമല്ല എങ്കിൽ ഈ റിയൽ പൊളിറ്റിക്കിംഗ് എന്നൊക്കെ രീതിയിൽ വിവക്ഷിക്കാം. എന്തു തന്നെയായിരുന്നാലും ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ വെച്ച് നടത്തിയ മീറ്റിംഗിൽ രൂക്ഷമായിട്ടാണ് കോൺഗ്രസ് പാർട്ടിയെ വിമർശിച്ചത്. പ്രത്യേകിച്ചും DMKയുമായിട്ടുള്ള നിലപാടിൽ കോൺഗ്രസ് പാർട്ടി കാട്ടിയ വിതിൻ കൊട്ടേഷൻ അവസരവാദപരമായ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചു ഘടകകക്ഷികൾ. അതിൽ അതൃപ്തിയും രേഖപ്പെടുത്തി. അപ്പോൾ പിന്നെ ഈ ചോദ്യം പ്രസക്തമാകുന്നു. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ DMK ഡു? അവർക്ക് 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ആത്മഹത്യാപരമായ കാര്യമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുമായി വേണമെങ്കിൽ തമിഴ്നാട്ടിൽ സഹകരിക്കാം. പക്ഷേ അവിടെ ഇത്രയും കാലം ഉയർത്തിയ ദ്രാവിഡ രാഷ്ട്രീയം അല്ലെങ്കിൽ ഹിന്ദി വിരുദ്ധത, ബ്രാഹ്മണിക്കൽ ഓർഡറിനോടുള്ള വിയോജിപ്പ്, വടക്കേ ഇന്ത്യൻ കടന്നുകയറ്റത്തിനെതിരെയുള്ള ഒരു പോരാട്ടം, അതെല്ലാം വടക്കേ ഇന്ത്യയുടെ മുഖമായി അവർ കണ്ടത് BJPയാണ്. അപ്പോൾ ആ BJPയുമായി DMK കൈകൊടുക്കുന്നു എന്ന് പറയുന്നത് DMKയുടെ സ്വന്തം ഐഡിയോളജിക്കൽ വോട്ട് ബാങ്കിനോട് നീതി പുലർത്തുന്നതിന് തുല്യമായിരിക്കില്ല. അതുകൊണ്ട് അത് സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ നാളുകളിൽ DMK കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ഇന്ത്യ മുന്നണിയിൽ ഇല്ല എങ്കിൽ ഒരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ചില നിയമനിർമ്മാണങ്ങളെങ്കിലും പാസ്സാക്കിയെടുക്കാൻ DMKയുടെ 22 ലോക്സഭാ അംഗങ്ങളെയും 9 രാജ്യസഭാ അംഗങ്ങളെയും ഉപയോഗിച്ച് കൂടായിക ഇല്ല എന്നതാണ്
എനിക്ക് ചിന്തിക്കാനുള്ളത്. കാരണം അസാധ്യമായ ഒന്നും തന്നെയില്ല. ഒരു ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട് എന്ന നിലയിൽ DMKയെ അൺഅറ്റാച്ച്ഡ് എന്ന കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ ലോക്സഭയിൽ 12 എംപിമാരുണ്ട്. ഒരു മുന്നണിയിലും പങ്കാളികളല്ലാത്ത 12 പേരുണ്ട്. അവരോടൊപ്പം തന്നെ ലോക്സഭാ കക്ഷിയായ 22 പേരുടെ DMK പാർലമെന്ററി പാർട്ടിയെ BJP ഉപയോഗിച്ച് കൂടായികയില്ല. പക്ഷെ BJP അതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ഉള്ളത് സംസ്ഥാന കക്ഷികൾ അച്ചുതണ്ട് ശക്തിയായ കോൺഗ്രസിനെ മാറ്റി നിർത്തി മറ്റ് പ്രാദേശിക കക്ഷികൾ സഹകരിക്കാൻ തയ്യാറാണ് എങ്കിൽ, ആകെ 25 കക്ഷികൾ പങ്കെടുത്തു എന്നാണ് കോൺഗ്രസ് ക്ലെയിം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിൽ 25 കക്ഷികൾ, ചിലതൊക്കെ തീരെ പേരിന് മാത്രമുള്ള കക്ഷികളാണ്. പക്ഷേ സംസ്ഥാന തലത്തിൽ സാമാന്യം ശക്തമായ സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ, ഇങ്ങനെയൊക്കെയുള്ള കക്ഷികൾ, അവരെയൊക്കെ തുച്ഛീകരിച്ച് കാണാനാകുമോ? മമതാ ബാനർജി വല്ലാതെ ക്ഷീണിച്ചുവെങ്കിലും മമതാ ബാനർജിക്ക് ഇപ്പോഴും ഒരുപക്ഷെ വെസ്റ്റ് ബംഗാളിൽ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. പക്ഷേ മമതയുടെ പാർട്ടിയുടെ നല്ല പങ്ക് BJPയോടൊപ്പം ചേരാൻ തയ്യാറായി നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേക ബ്ലോക്കായി ലോക്സഭയിൽ ഇരിക്കുന്നു. അതെല്ലാം തന്നെ വലിയ വെല്ലുവിളിയാണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ ഈ പാർട്ടികളെ എല്ലാം കൂടി കോർത്തിണക്കി പരസ്പരം യോജിക്കാവുന്ന ഒരു ഫോർമേഷനിൽ, ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന നിലയിൽ കോൺഗ്രസിനെ പൊളിറ്റിക്കലി ആ രീതിയിൽ എതിർക്കുന്നില്ല. പക്ഷേ ഇലക്ട്രൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടയിടത്ത് മാത്രം വരാം. പക്ഷേ അത് ഇന്ത്യ മുന്നണി എന്ന രൂപത്തിലാവില്ല. അതൊരു മൂന്നാം മുന്നണി എന്ന രൂപത്തിൽ, ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന രൂപത്തിൽ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അതിന് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാത്ത, ഇന്ത്യ മുന്നണി പ്രത്യേകം ക്ഷണിച്ചുവെങ്കിൽ പോലും വരാൻ വിസമ്മതിച്ച DMKയുടെ നിലപാട് അവിടെ എല്ലാവരും സാഗൂതം വീക്ഷിക്കുന്നത് ഈ കാരണത്താലാണ്. മറ്റൊരു കാര്യമുള്ളത്, മോദി സർക്കാരിന് അധികകാലം തുടരാനാകില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നേരത്തെയും ഇക്കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. രാജ്യം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളും ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി. ഈ അവസരം മറ്റെല്ലാം മറന്ന് ഐക്യത്തോടെ ഇന്ത്യ സഖ്യം ഉപയോഗിച്ചാൽ BJPയെ വീഴ്ത്താം എന്നാണ് രാഹുലിന്റെ നിലപാട്. ഇത് വ്യാമോഹമല്ലേ? മോഹമാണ്, ഒരു പരിധിവരെ വ്യാമോഹവുമാണ് രാഹുൽ ഗാന്ധിയുടെ ചിന്തകൾ. അതിനുവേണ്ടി ഈ മാറ്റം, ഒരു മാറ്റം ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് കൃത്യമായി പറയാം. അതുകൊണ്ടാണല്ലോ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആശയത്തിന് കുറേയൊക്കെ ട്രാക്ഷൻ ലഭിച്ചത്. സാമ്പ്രദായികമായ ഒരു പ്രതിപക്ഷത്തിന് BJPയെ എതിർക്കാനാവില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോക്കിനെ നിയന്ത്രിച്ച് നിർത്താനാവില്ല, ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമല്ല എന്ന യുവജനങ്ങളുടെ ചിന്തയിൽ നിന്നുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആശയം മുട്ടിടുന്നത്. അതൊരുപക്ഷെ ഒരിക്കലും ഒരു രാഷ്ട്രീയ കക്ഷി ആവില്ലായിരിക്കാം, ആകുമായിരിക്കാം, ആയില്ലായിരിക്കാം. അയാൾ തന്നെ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ഒരു അവസ്ഥയിലായിരിക്കും അത് മുന്നോട്ട് പോവുക. കുറേയൊക്കെ ഏരിയകളിൽ, അർബൻ മെട്രോപൊളിറ്റൻ സെന്റേഴ്സിൽ അവർക്കൊരു പിന്തുണ ലഭിച്ചേക്കാം. അത് മാറി നിൽക്കട്ടെ. പക്ഷേ ഇന്ത്യ മുന്നണി നാളുകളിൽ ഈ പറയുന്ന ജൈവികമായി ഉയരുന്ന പ്രതിഷേധത്തെ വോട്ടാക്കി മാറ്റി തിരുത്തൽ ശക്തിയായി മാറി നാളെ ഇന്ത്യയുടെ ഭരണകൂടമായി മാറുമെന്ന് രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നുവെങ്കിൽ അതിനുള്ള ഗ്രൗണ്ട് റിയാലിറ്റീസ് ഒന്നും സെറ്റ് ചെയ്തില്ലല്ലോ. ഒന്ന്, മുന്നണിയെ ഒരുമിച്ച് നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് പരിമിതികളുണ്ട്. 2, കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ റിവൈവൽ. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി സമീപ ഭൂതകാലത്തെ ഏറ്റവും നല്ല എണ്ണത്തിൽ നിൽക്കുകയാണ്. ലോക്സഭയിൽ 100 അംഗങ്ങൾ അല്ലെങ്കിൽ 99 അംഗങ്ങൾ. ഇപ്പം കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായിരുന്നത് 52 പേരാണ്. 42-43 പേരാണ് അതിന് മുൻപത്തെ ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ നേരെ ഇരട്ടിയാക്കി സ്വന്തം അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. ഇന്ത്യ മുന്നണിക്ക് 240 സീറ്റുകളാണ് ലഭിച്ചത്. അത് വൻപൻ പോരാട്ടമാണ് നടത്തിയത് BJPയുമായി, അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യവുമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻപൻ പോരാട്ടം നടത്തി. അവരുടെ നിർണായക കോട്ടകളായ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കാര്യമായ മേൽക്കോയ്മ നേടിയെടുത്തു. ഇന്ത്യ മുന്നണിക്കായിരുന്നു ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും മേധാവിത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മഹാരാഷ്ട്രയിൽ അത് തകിടം മറിയുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഏറ്റവും പീക്ക്, ഇന്ത്യ മുന്നണിയുടെ സമീപ ഭൂതകാലത്തെ ഏറ്റവും വലിയ പീക്ക് എന്ന് പറയുന്നത് തുടക്കകാലത്തുണ്ടായത് 2024 സംഭവിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനമാണ്. വിജയമെന്ന് പറയാനാവില്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു. 3-2 ഭൂരിപക്ഷം, അതിൽ കൂടുതൽ ഭൂരിപക്ഷം, 400 പാർ, ഇതൊക്കെയായിരുന്നു മോദി പറഞ്ഞിരുന്നത്. പക്ഷെ അതൊക്കെ പഴങ്കഥയാക്കി മാറ്റുന്ന രീതിയിലാണ്
പിന്നീട് സംസ്ഥാന തലത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ വിജയം ഒന്നും തന്നെ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായില്ല. ഇപ്പം കേരളത്തിൽ ഇന്ത്യ മുന്നണിക്ക് വിജയമുണ്ടായി. ഇന്ത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയെ മാറ്റി മറ്റൊരു ഘടകകക്ഷിക്ക് അധികാരം ലഭിച്ചു. CPM പകരം കോൺഗ്രസിന്, അല്ലെങ്കിൽ LDF പകരം UDF. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ കയ്യിലിരുന്നതാണ് പോയത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമൊന്നുമല്ലല്ലോ വിജയ് പാട് ജയിച്ചു. പിന്നെ വിജയിനെ ചേർത്ത് നിർത്തി കോൺഗ്രസും കൂടെ ചേർന്നു. അതിനെ ഇന്ത്യ മുന്നണിയാണെന്ന് പറയാനാവുമോ എന്നറിയില്ല. ബംഗാളിൽ കയ്യിലിരുന്നത് പോയി. ആസാമിൽ ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പോണ്ടിച്ചേരിയിൽ ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2 വർഷമായി നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണിക്ക് കാര്യമായ നേട്ടം, ജാർഖണ്ഡിൽ ഒഴിച്ച കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതുകൂടി ഓർക്കുമ്പോൾ പ്രതിഷേധമുണ്ട്. നീറ്റ് പരീക്ഷ നടത്തിപ്പിനെതിരെ 1/4 കോടിയോളം പേരാണ് അഫക്റ്റഡ് ആയത്. CBSE പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടുകൾ, അല്ല എങ്കിൽ അതിലെ പാകപ്പിഴകൾ, വാല്യുവേഷനിൽ വന്ന, മൂല്യനിർണ്ണയത്തിൽ വന്ന പാകപ്പിഴകൾ, 17 ലക്ഷത്തോളം പേരാണ് അഫക്റ്റഡ് ആയത്. മറ്റു പരീക്ഷകൾ, ഇതെല്ലാം ചേർത്ത് യുവജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ അവസരത്തിൽ അവരുടെ ശബ്ദമായി മാറാൻ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചോദിച്ചു വാങ്ങാൻ കോക്രോച്ചുകൾ വേണ്ടി വന്നു. വാങ്ങിയില്ല, വേണമെന്ന് പറയാനെങ്കിലും അവരുടെ ചുവട് പിടിച്ച് ആണോ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകേണ്ടത്? അവിടെയും തെരുവിലിറങ്ങാൻ ഇപ്പോഴും തയ്യാറല്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വേണ്ടി തെരുവിലിറങ്ങാനോ രാംലീല മൈതാനത്ത് ഒരു വൻപൻ യോഗം ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ വിളിച്ചു കൂട്ടാനുള്ള ആഹ്വാനം നൽകാനോ കഴിയാതെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ യോഗം പിരിഞ്ഞത്. അപ്പോൾ എന്തിനു വേണ്ടി കൂടി പരസ്പരം കുറേയൊക്കെ പഴി പറഞ്ഞു. ഒരുമിച്ച് നിൽക്കേണ്ടതിന് ആവശ്യകത ഒന്നുകൂടി ഊന്നി പറഞ്ഞു. മുൻപ് ലേശം മാറി നിന്ന മമതാ ബാനർജി ഇപ്പോൾ വല്ലാതെ ക്ഷീണിച്ചതുകൊണ്ട് വളരെ ഉത്സാഹപൂർവ്വം ഇന്ത്യ മുന്നണിയിൽ അകത്തളങ്ങളിൽ നിന്ന് സോണിയാഗാന്ധിയെ വാരിപ്പുണർന്നു. ഇതൊക്കെ ഷോ മാത്രമല്ലേ? യഥാർത്ഥത്തിൽ ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുകളിൽ നിന്നും ഇന്ത്യ മുന്നണി തങ്ങളുടേതായ കാരണങ്ങളാൽ മാറി നിന്നാൽ ഒരു മാറ്റവും വരില്ല. NDAയുടെ BJPയുടെ തേർവാഴ്ച തുടരുമെന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അതുകൊണ്ട് ക്രിയാത്മകമായ ഒന്നും തന്നെ അവിടെ കാണുന്നില്ല. ഒരുമിച്ച് കൂടാൻ സാധിച്ചു എന്നത് തന്നെ വലിയ കാര്യം. സ്വയം വിമർശനത്തിലൂടെ സ്ഫുടം ചെയ്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക മാത്രമേ ചെയ്യാനാവൂ ഈ തരുണത്തിൽ. ഈ BJPയും RSSും രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലാക്കി എന്നും ഭിന്നതകളെല്ലാം മറന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യം. ശരിക്കും ഇന്ത്യ സഖ്യം ഇനി ശക്തമാകുന്ന എന്തേലും സൂചനയുണ്ടോ? ഇന്ത്യ സഖ്യം ഇപ്പോൾ ശക്തമാകുന്നതിൻ്റെ ഒരു സൂചനയും കാണാനില്ല. കാരണം അച്ചുതണ്ട് ശക്തിയായ കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ് ഒരു കാരണം. 2, ഇന്ത്യ മുന്നണി ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? ആർക്കെതിരെ എന്നത് നമുക്കറിയാം. BJPക്കെതിരെ, അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ നേതൃത്വം നൽകുന്ന ഒരു ഘടനയ്ക്ക് എതിരെ. പക്ഷെ ആർക്ക് വേണ്ടിയാണ്? സംസ്ഥാന തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ആവശ്യമില്ല. അതത് സംസ്ഥാനങ്ങളിൽ റീജിയണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയാൽ മതിയാവും. അവിടെ ഇന്ത്യ മുന്നണി എന്ന ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ ആവശ്യമില്ല. അതത് സംസ്ഥാനങ്ങളിൽ ഏതാണോ പ്രമുഖ കക്ഷി, ആ കക്ഷി സമാനമായ കക്ഷികളുമായി നീക്കുപോക്കുണ്ടാക്കി മുന്നണിയായി മത്സരിച്ചാൽ മതിയാവും. അവിടെ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തിയില്ല. ഇന്ത്യ മുന്നണിയുടെ ആവശ്യം കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നിലനിൽപ്പിന് ഒരുപക്ഷെ മുന്നണി രാഷ്ട്രീയം ഇപ്പോൾ ആവശ്യമായി വരുന്നു. ഒറ്റയ്ക്ക് സമീപ ഭാവിയിൽ ഒരിക്കലും ഒറ്റയ്ക്ക് കോൺഗ്രസിന് ഇന്ത്യ രാജ്യം ഭരിക്കാനാവില്ല. ആരും പറയില്ല, ഒരു രാഷ്ട്രീയ നിരീക്ഷകരും പറയില്ല കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഉത്തർപ്രദേശിൽ 80 ഭൂരിപക്ഷം സീറ്റുകൾ ലഭിക്കും, ബീഹാറിൽ ഭൂരിപക്ഷം സീറ്റുകൾ ലഭിക്കും. ഇല്ല, അവിടെങ്കിലും ലഭിക്കില്ല. പരമാവധി ലഭിക്കാവുന്ന കോൺഗ്രസിൻ്റെ തട്ടകങ്ങളായ ഒരുപക്ഷെ കർണാടക, കേരളം, അല്ലെങ്കിൽ അതും കേരളം തന്നെ മുന്നണിയിലൂടെയാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന് പറയുന്ന സാധ്യതയുള്ളത് തെലങ്കാന, കർണാടക മാത്രമാണ്. ഈ പഞ്ചാബിൽ ഏതെങ്കിലും അത്ഭുതം നടന്നാൽ ഒരുപക്ഷെ പഞ്ചാബിൽ ഭരണവിരുദ്ധതയുടെ വികാരത്തിലേറി കോൺഗ്രസിന് ഒരുപക്ഷെ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ BJP മുഖ്യ ശക്തിയായ ഒരിടത്തും കോൺഗ്രസ് പാർട്ടിക്ക് BJPയെ പരാജയപ്പെടുത്താനാവുന്നില്ല. സംസ്ഥാന തലത്തിൽ, ദേശീയ തലത്തിൽ സംഭവിച്ചു. അതൊരു മുന്നണിയുടെ ബലത്തിലാണ്. ഉത്തർപ്രദേശിൽ സംഭവിച്ചു. അത്ഭുതമൊന്നുമില്ല, സമാജ്വാദി പാർട്ടിയുടെ ബലത്തിലാണ്. ബീഹാറിൽ കുറേയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി. പക്ഷേ BJPക്ക് തന്നെയായിരുന്നു അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ. നേരിട്ട് ഏറ്റുമുട്ടിയ എല്ലായിടത്തും കോൺഗ്രസ് പാർട്ടി വീരചരമമടഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും, ഗുജറാത്തിൽ ഉൾപ്പെടെ. അപ്പോൾ പിന്നെ പ്രാദേശിക കക്ഷികൾ തന്നെയാണ് പ്രധാനം. പക്ഷെ പ്രാദേശിക കക്ഷികൾക്ക് വേണ്ട പരിഗണന കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായോ? ഉദാഹരണത്തിന് ജാർഖണ്ഡിൽ 2 സീറ്റുകൾ ഒഴിവ് വന്നു.
രാജ്യസഭയിലേക്ക്. അവിടെ ഒരു സീറ്റിൽ കോൺഗ്രസ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിക്കുകയാണ്. ജയമം 3 സീറ്റുകളാണ്. അപ്പോൾ ജയമമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണ്ടേ പോകാൻ, അത് ചെയ്യാതെ ഏകപക്ഷീയമായി പോവുകയാണ്. മാത്രമല്ല മധ്യപ്രദേശിൽ 66 MLA-മാരുണ്ട് കോൺഗ്രസിന്. ഒരു രാജ്യസഭാ MP-യെ തിരഞ്ഞെടുക്കാനുള്ള ബലമുണ്ട്. പക്ഷേ BJP ഒരു സ്ഥാനാർത്ഥിയെ കൂടെ നിർത്തിയിരിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ. അതിനർത്ഥം എന്താണ്? കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരുപക്ഷെ പടലപിണക്കങ്ങൾ ഉണ്ടായേക്കാം. രാജസ്ഥാനിൽ കലാപരിപാടി വീണ്ടും തുടങ്ങി. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള മുപ്പിളമ തർക്കം തുടങ്ങി. സച്ചിൻ പൈലറ്റിന് ചെറിയ പ്രാധാന്യം ഇപ്പോൾ ലഭിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഗെഹ്ലോട്ട് പാരയുമായി ഇറങ്ങിയിട്ടുണ്ട്. അവിടെയും രാജ്യസഭാ സീറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു സീറ്റ് ജയിക്കാം കോൺഗ്രസിന്. ഇതെല്ലാം കൊണ്ട് കളയുകയാണ്. തമിഴ്നാട്ടിൽ വിജയനോട് ചോദിച്ച് ഒരു സീറ്റ് വാങ്ങി എന്നതാണ് മെച്ചം. ജയിക്കാവുന്ന പല സീറ്റുകളും ഹിമാചൽ പ്രദേശിൽ ഒരെണ്ണം കൊണ്ട് കളയുന്നത് നമ്മൾ സമീപകാലത്ത് കണ്ടതാണ്. ഗുജറാത്തിൽ ഒരു 10 പതിറ്റാണ്ട് മുൻപ് ജയിപ്പിച്ചെടുക്കാവുന്ന ഒരു നിയമസഭാ സീറ്റിൽ എങ്ങനെയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത് രാജ്യസഭയിൽ? അവിടെയും ചോദ്യചിഹ്നങ്ങൾ ഉയരുകയാണ്. അപ്പോൾ കോൺഗ്രസിനുള്ളിലെ കെട്ടുറപ്പ് സംസ്ഥാന തലത്തിൽ ചോദ്യചിഹ്നമാണ്. കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിൽ സംസ്ഥാന തലത്തിലെ ഏകോപനം ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അപ്പം അവിടെ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് വലിയേട്ടൻ മനോഭാവം ഉണ്ടോ? അതിനുള്ള വലിപ്പം കോൺഗ്രസിനുണ്ടോ? അതാണ് ഒരു ചോദ്യം. നേരെ മറിച്ച് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. കോൺഗ്രസ് വല്ലാതെ ദുർബലമായി മാറിയാൽ ഒരു അച്ചുതണ്ട് ശക്തി എന്ന നിലയിൽ കോൺഗ്രസിന് പ്രാധാന്യമില്ലാതെയാവും. അവിടെ അതും ഒരുപക്ഷെ ഇന്ത്യ മുന്നണി ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് സങ്കീർണമായ ഒരു അവസ്ഥാവിശേഷമാണ്. ഇന്നത്തെ നിലയിൽ ഒരുമിച്ച് നിന്നാൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്ത്രങ്ങളെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അന്യമായി നിൽക്കുന്നു. തന്ത്രങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, തൃണമൂലിൽ പ്രശ്നമുണ്ടെങ്കിൽ, മമതയ്ക്കെതിരെ ഇപ്പോൾ വാളോങ്ങി നിൽക്കുകയാണ് ഭൂരിപക്ഷം സാമാജികരും നിയമസഭയിലെയും ലോക്സഭയിലെയും. അതുപോലെ പരാജയപ്പെടുന്നിടത്തെല്ലാം ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും കക്ഷി പരാജയപ്പെട്ടാൽ അവരെ ഗോബിളപ്പ് ചെയ്യാൻ, അവരുടെ സിംഹഭാഗവും അവർ ജയിപ്പിച്ചെടുക്കുന്ന മിനിമം സാമാജികരുടെ ഭൂരിപക്ഷത്തെയും റാഞ്ചിയെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് BJP. അടുത്ത ഉത്തർപ്രദേശ് ആയിരിക്കും. അവിടെ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കമ്പൈൻ പരാജയപ്പെടുകയാണെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ നല്ലൊരു പങ്കിനെയും കൊണ്ട് അവിടെ കുറച്ചുപേർ ജയിച്ചു വരുമല്ലോ നിയമസഭയിലേക്ക്, പരാജയപ്പെട്ടാൽ പോലും അവരെയും കൊണ്ട് റാഞ്ചി കൊണ്ടുപോകാൻ ബംഗാൾ മോഡൽ മഹാരാഷ്ട്രയിലും ആവർത്തിക്കുമോ? അല്ല എങ്കിൽ മഹാരാഷ്ട്ര മോഡൽ പിളർപ്പ്, ഉദ്ധവ് താക്കറെ പിളർന്ന് മാറിയില്ലേ? ശിവസേനയിൽ നിന്നും ഒരു വിഭാഗം ഷിൻഡെയുടെ നേതൃത്വത്തിൽ പിളർന്ന് മാറിയില്ലേ? അല്ലെങ്കിൽ അജിത് പവാറിന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗം NCPയിൽ നിന്ന് പിളർന്ന് മാറിയില്ലേ? ഈ പിളർന്ന് മാറിയ വിഭാഗം ഒറിജിനൽ NCP, പിളർന്ന് മാറിയ വിഭാഗം ഒറിജിനൽ ശിവസേന ആയി BJPയുടെ ഒപ്പം ചേർന്ന് ഘടകകക്ഷിയായി നിൽക്കുന്നു. അപ്പോൾ BJP വിചാരിച്ചാൽ എവിടെയും ഇന്ത്യ മുന്നണിയിലെ ഏത് കക്ഷിയിലും പിളർപ്പുണ്ടാകാം, എന്ത് പടലപിണക്കങ്ങളും ഉണ്ടാകാം. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് എത്രത്തോളം ദൃഢമായി ഏകോപനത്തോടുകൂടി പാരസ്പര്യത്തോടുകൂടി ഇന്ത്യ മുന്നണിക്ക് പോകാനാവും എന്നതിനെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ഒന്നും തന്നെ കഴിഞ്ഞ ദിവസം നടന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ മഹായോഗത്തിൽ ഉണ്ടായില്ല എന്നതാണ് ദുഃഖകരമായ സത്യം. ഒരു കാര്യം പോസിറ്റീവാണ്. They were able to come together. They have decided to meet regularly once in 2 months. 2 മാസത്തിൽ ഒരിക്കൽ വീതം കൂടാനും പാർലമെന്റിൽ എത്തുന്നതിന് മുൻപ് ഫ്ലോർ മാനേജ്മെന്റിന് വേണ്ടി പരസ്പരം ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ രാവിലെ എല്ലാ ദിവസവും പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് രാവിലെ സംസാരിച്ച് ഏകോപനത്തോടുകൂടി കയറാം എന്ന ധാരണയെത്തി എന്നത് മാത്രമാണ് ശുഭോദർക്കമായ കാര്യം. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ഇന്ത്യ മുന്നണി ഇനി കരുത്താർജിക്കുമോ എന്നതെല്ലാം കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ തന്നെ വിഘടിച്ചു നിൽക്കുന്നു. ഏത് ഘട്ടത്തിലാണ്, ഏത് പരിപാടിയിലാണ് ഇവർ ഒന്നിക്കുക എന്നതെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്.